നമസ്കാരം. മുപ്പത്തറ യുവജന സമാജം വായനശാലയുടെ 71ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം വ്യവസായക്കാർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏകാംഗ നാടക മത്സരത്തിന്റെ സമ്മാനദാനം മന്ത്രി നിർവഹിച്ചു. ഇടപ്പള്ളി നാടക പഠന കേന്ദ്രം അവതരിപ്പിച്ച ചേ എൻ്റെ സ്വന്തം ടൈറ്റൻ എന്ന നാടകം 1ാം സ്ഥാനവും ഏലൂർ മുനിസിപ്പൽ വായനശാല അവതരിപ്പിച്ച ഉസ്മാന്റെ ചെരുപ്പ് എന്ന നാടകം 2ാം സ്ഥാനവും ആലുവ ആക്ടേഴ്സ് ഗ്രൂപ്പ് കപ്രശ്ശേരി അവതരിപ്പിച്ച് എലിക്കണി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി എം.ആർ. സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ സി.പി. രഘുനാഥൻ നായർ, കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീമന്നാരായണൻ എന്നിവരെ ആദരിച്ചു. പത്തനാപുരം ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി.കെ. രമാദേവി, 6ാം ക്ലാസ് പാഠപുസ്തകത്തിലെ അനുഭവക്കുറിപ്പിലൂടെ ശ്രദ്ധേയമായ ബീഹാർ സ്വദേശി ദുരക്ഷ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വായനശാലക്ക് അനുവദിച്ച LCD പ്രൊജക്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി അബൂബക്കർ, ട്രീസ മോളി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി, അംഗങ്ങളായ വി.കെ. ശിവൻ, രാജീവ് കെ.എൻ, പ്രജിത ആർ, ഗ്രന്ഥശാല നേതൃത്വ സമിതി കൺവീനർ കൂടൽ ശോഭൻ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ VM ശശി സ്വാഗതവും വായനശാല വൈസ് പ്രസിഡന്റ് ലിത തോമസ് നന്ദിയും പറഞ്ഞു. സെക്രട്ടറി PG ഷാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടുങ്ങല്ലൂർ അദ്വൈതം സർഗവേദി അവതരിപ്പിച്ച കാവ്യ നൃത്തശില്പത്തോടെ വാർഷികം സമാപിച്ചു. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് കലാമത്സരങ്ങൾ, ഏകാംഗ നാടക മത്സരം, കവിതാലാപനം, ഘോഷയാത്ര, നവകേരളീയം, കാവ്യനൃത്തശില്പം, ബാലോത്സവം, പരിസ്ഥിതി സംഗമം, വനിതാ സംഗമം, നേത്രപരിശോധനാ ക്യാമ്പ്, CPR പരിശീലനം, വാക്കത്തോൺ, വീട്ടുമുറ്റ വർത്തമാനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഏകാംഗ നാടക മത്സരമൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഈ ലൈബ്രറിയുടെ വാർഷികം എല്ലാ വർഷവും ആഘോഷിക്കുമ്പോൾ ഏകാംഗ നാടക മത്സരം ഉൾപ്പെടെയുള്ള കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് ഈ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത്. ആ നാടകങ്ങൾ കാണുന്നതിന് വേണ്ടി അക്കാലങ്ങളിൽ ഒട്ടനവധി വർഷം സ്ഥിരമായിട്ട് മുപ്പത്തറ ഗവൺമെന്റ് ഹൈസ്കൂളിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും കാലം കുറെ കടന്നുപോയി. ഏകാംഗ നാടക മത്സരമൊക്കെ വളരെ ചുരുക്കം വേദികളിൽ മാത്രമായിട്ട് ചുരുങ്ങി. വാർഷികാഘോഷം കഴിഞ്ഞ 4 മാസക്കാലമായി നമ്മുടെ ഗ്രാമത്തിൽ ഓരോ വീടുകളിലേക്കും ഇതിന് സന്ദേശം ലഭിച്ചുകൊണ്ട് നടന്നു വരികയാണ്. 71ാമത് വർഷമായതുകൊണ്ട് തന്നെ നമ്മുടെ മുപ്പത്തറ ഗ്രാമത്തിലെ വിവിധ രൂപത്തിലുള്ള കഴിവ് തെളിയിച്ച ആളുകളെയും കഴിവ് തെളിയിക്കപ്പെടേണ്ടവരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധ പരിപാടികളാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം, അവരുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. നമ്മുടെ ഉപദ്രവം സാംസ്കാരിക രംഗത്ത് തന്നെ മുന്നേറി കഴിഞ്ഞിട്ടുള്ളൊരു ഗ്രാമമാണ്. നമുക്ക് പൊതുവിനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വ്യത്യസ്തതകൾ ഉൾച്ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കാര സമ്പന്നരിൽ അഭിമാനിക്കുമ്പോൾ പോലും നമ്മളെല്ലാവരും പലതരത്തിലുള്ള വിഭാഗീയതയുടെയൊക്കെ ഭാഗമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഓർമ്മയിലുള്ള ഒരു സവിശേഷ ദിനമാണ്. അന്നത്തെ വിവിധ വരുമ്പോൾ നരയുടെ മണ്ണ് തലയിൽ പുതച്ച് വായന പരിധിയില്ല എന്ന് നമുക്കറിയാം. പഴയകാലത്ത് നമ്മൾ കാളികകളിൽ മറ്റും വായിച്ചതാണ്.
വ്യവസായികത്വ മഹത്വവും നമ്മൾ വിദ്യയുടെ മഹത്വം ആദ്യമായി അറിഞ്ഞതും ലോകത്തെ അറിയിച്ചതും ഭാരതമാണ്. 2700 വർഷങ്ങൾക്ക് മുമ്പ് 10500 വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 64 പരം വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യുവാനുമായി എത്തിച്ചേർന്ന ലോകത്തെ ആദ്യത്തെ സർവകലാശാല ആയിരുന്നു തൃശ്ശൂർ. നമ്മുടെ ജില്ലാ പഞ്ചായത്തിനോടും അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട വിശ്വാസത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഏതാണ്ട് അദ്ദേഹം 70 മുതൽ 76 വരെ 6 വർഷം സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനെ തുടർന്നും 80 ശേഷവും എൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ആ സമയങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിന് മുമ്പ് ആ സമയത്താണ് നമ്മളന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ. അപ്പൊ അന്ന് നമ്മൾക്ക് ആ സമയത്ത് വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ നന്ദിശേഖരൻ പാഠപുസ്തകത്തിൽ അത് അതിൻ്റെ സമ്മാനങ്ങൾ വന്നിരിക്കുന്നു. വലിയ സന്തോഷം തോന്നി. ഒരുപാട് കുട്ടികൾ എനിക്ക് തോന്നുന്നത് ചിലപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ളതായിരിക്കും. എൻ്റെ മക്കൾ തിരുവനന്തപുരം. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തർ.